രാജസയ്യ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസ്ക്രീം ജ്യൂസ്. അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററായിട്ട് പൊള്ളിച്ചങ്ങോട്ട് എടുക്കണം സംഭവം. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് പീസാക്കി എടുക്കണം കേട്ടോ. ചെറുതായി പീസാക്കി എടുക്കണം. അതാ കട്ട് ചെയ്തങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായി ഇങ്ങനെ പീസാക്കിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും എടുക്കണേ. ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ എന്താ അറിയാതോ, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയും. ഇത് മധുരമുണ്ടോ നമ്മുടെ എന്തായാലും. ഓ ഞാൻ വെച്ച പക്ഷേ ജ്യൂസിൻ്റെ രീതിയിൽ തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. ഇതൊന്ന് കഴിച്ച് കഴിയട്ടാ, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി കഴിച്ച് കഴിക്കാം. ഈ തണ്ണിമത്ത പീസിനെയൊക്കെ ഇങ്ങനെ ചെറുതായി മുറിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ജ്യൂസാക്കി എടുക്കാനായിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം ടോളി, പഞ്ചസാര. അപ്പോൾ നമ്മളിത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. നിങ്ങൾ മധുരം വന്നാൽ എനിക്കിത്തിരി മധുരം കൂടുതലാണ്. അതുകൊണ്ട് മധുരം ഒരു കണക്കുമില്ല, ഒരു വഴക്കുമില്ല. അപ്പോൾ സംഭവം മധുരത്തിനോട് ഒത്തിരി താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ മധുരം നിറയെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിന് മതി സംഭവം മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇളക്കിയ സംഭവം ഉള്ളത് ഇതിലേക്ക് കൊക്കി കൊടുക്കാം. ഒരു സംഭവം ഇതിനെ ഇതൊക്കെ കൂടി മിക്സി ജാറിലിട്ട് ജ്യൂസാക്കി എടുക്കണം. ഇതിലേക്ക് അങ്ങോട്ട് ജാറിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. അത് ജാറിലേക്ക് അങ്ങോട്ട് കൊട്ടി ജ്യൂസാക്കി എടുക്കണേ. ജ്യൂസ് നൈസിനാണ് സംഭവം. ഐസ്ക്രീം അങ്ങോട്ട് അതിൽ മേലെ ഇട്ടപ്പോൾ കണ്ട സംഭവം അങ്ങോട്ട് അടിക്കിറങ്ങി ഒരു സാധനം വേണ്ട. പൊന്നേ സംഭവം. പറഞ്ഞാലിപ്പോൾ ഒരു സംഭവം വേറെ ഇത് ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വന്ന സംഭവം കണ്ടതാ, ഒലിച്ച് വന്ന സംഭവം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. രാജസയ്യ.